നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു അറസ്റ്റ്, രാഹുലിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത പുറത്തുവരുന്നത്. നമ്മൾ കേട്ടപ്പോൾ ആദ്യം കരുതിയത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് പൊക്കിയെന്നാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടമല്ല, ഒരു രാഹുൽ തന്നെയാണ്. രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. രാഹുലിനെതിരെ ലൈംഗികാരോപണം ഉണ്ടാകുന്ന ആ സമയം മുതൽ ഇന്നലെ അറസ്റ്റ് ചെയ്ത സമയം വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഈശ്വർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വ്യക്തിക്കെതിരെയല്ല, ഇതൊരു പുരുഷൻ എന്ന് പറയുന്ന ഒരു വർഗത്തിനെതിരെയുള്ള കള്ളപ്പരാതിയാണ് എന്ന തരത്തിലാണ് രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ? ഒരുപാട് നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ, നമ്മൾ നേരത്തെയൊക്കെയുള്ള ചർച്ചകളിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തുള്ള പല വിവരങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ രാഹുൽ ഈശ്വർ ഇപ്പോൾ പറയുന്ന ഒരു പുരുഷ കമ്മീഷൻ ആവശ്യമുണ്ടെന്നാണ്. ഞാനൊരു സ്ത്രീയാണ്, ഞാനും പറയുന്നു പുരുഷ കമ്മീഷൻ ആവശ്യം തന്നെയാണ്. ഇര, അതിജീവിത എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല. അതിജീവിത എന്ന് പറയുമ്പോൾ ശരിക്കുമുള്ള അതിജീവിതമാരെ നമ്മൾ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ, മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഒന്ന് നേരിട്ട് പോയി കാണാം. പീഡനം എന്ന് പറയുന്നുണ്ട്. പീഡനം എന്ന് പറയുന്നത് എന്താണ്? ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ, ഒട്ടും അവൾക്ക് കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ അവൾക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു പുരുഷൻ അവളെ പ്രാപിക്കുകയാണെങ്കിൽ, ശാരീരികമായിട്ട് ടോർച്ചറിങ് ചെയ്ത് അവളെ പീഡിപ്പിക്കുകയാണെങ്കിൽ ബലാത്സംഗം എന്ന് നമുക്ക് പറയാം. ഇത് ബലാത്സംഗം എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടുപേരുടെയും ഉഭയകക്ഷി സമ്മതപ്രകാരം രണ്ടുപേരും ചേർന്ന് ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അപ്പൊ ഇതിലെങ്ങനെയാണ് അതിജീവിത ഉണ്ടാകുന്നത്? ഇതിലെങ്ങനെയാണ് ഇരയാകുന്നത്? ഇര ഒരിക്കലുമല്ല. നമ്മൾ രണ്ടുപേരും ഇഷ്ടപ്രകാരം ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ ഇര ഉണ്ടാകത്തില്ല. ശരിക്കുമുള്ള പീഡനം അനുഭവിച്ച അല്ലെങ്കിൽ മൈനറായിട്ടുള്ള കൊച്ചു കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിക്രൂരമായിട്ട്. അപ്പൊ അവരെയൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടത്? എന്താണ് വിളിക്കേണ്ടുന്നത്? എത്രയോ പെൺകുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്, സൗമ്യ ഉൾപ്പെടെയുള്ള. ഡൽഹി ഇപ്പോഴും നമ്മളുടെ കൺമുന്നിലുണ്ട് ആ പെൺകുട്ടിയുടെയൊക്കെ ആ ദാരുണമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവരെയൊക്കെയാണ് നമ്മൾ ഇരകൾ അല്ലെങ്കിൽ അതിജീവിതകൾ എന്നൊക്കെ നമ്മൾ പറയേണ്ടുന്നത്. അപ്പോൾ ശരിക്കുമുള്ള ഇരകൾക്ക് പോലും നീതി കിട്ടാത്ത തരത്തിൽ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അത് മായ്ക്കപ്പെടുന്നു. ശരിക്കുമുള്ള നീതി നിഷേധിക്കപ്പെടുന്ന സ്ത്രീകൾ, ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാണ്ട് ഇത്തരത്തിൽ ഒരു കേസുമായി സാധാരണ വീട്ടിൽ ഒരു പെൺകുട്ടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അവർക്കൊരു നിസ്സാരമട്ടാണ് പലപ്പോഴും ഈ സ്ത്രീകൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ, അതായത് ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA ആയതുകൊണ്ടാണ് ഇതൊരു വലിയ പ്രാധാന്യം അർഹിക്കുന്നത്. ഇതൊരു സാധാരണ നാട്ടും പുറത്ത് നടക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതാണെങ്കിൽ ഇത് വലിയ പ്രാധാന്യം അർഹിക്കത്തില്ല. ഒരു പക്ഷേ നമ്മൾ ഈ അതിജീവിത എന്നോ ഇരയെന്നോ പറയുന്ന പെൺകുട്ടി ഒരിക്കൽ പോലും ഇതിന് മുതിരുകയുമില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു പുരുഷനെ വേണ്ടാന്ന് വെച്ച് സ്വന്തം കാര്യം നോക്കി ജീവിതം പോകത്തേ ഉള്ളൂ. ഇതൊരു MLA എന്നുള്ള രീതിയിൽ, അല്ലെ സമൂഹത്തിലെ ഒരു വലിയ പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ഇതിന് വലിയൊരു ഫോക്കസ് കൊടുക്കുന്നത്. ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇതുകൊണ്ട്. കാരണം ഇപ്പോൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സന്ദർഭം, അതവിടെ നിൽക്കട്ടെ. ഇനി രാഹുലിന്റെ വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം വരുമ്പോൾ ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്ന് രാഹുൽ ഈശ്വർ വെളിച്ചത്ത് പറയുന്നു. അതിനുശേഷം ഈ മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്ന്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഈ പറയുന്നത് പോലെ കൃത്യമായിട്ടുള്ള, എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അമ്മയും സഹോദരിയും ഈ പറയുന്ന ബന്ധുക്കളും ഒക്കെ ഇല്ലേ, അദ്ദേഹത്തിൻ്റെതായ ഒരു ജീവിതമില്ലേ? പുരുഷനും സ്ത്രീക്കും തുല്യ അവകാശമല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതമില്ലേ? അദ്ദേഹത്തിന് നാണക്കേടില്ലേ? ഭയമില്ലേ? ഇതൊക്കെയുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ പച്ചയ്ക്ക് കീറി സമൂഹത്തില് പുറത്തിടുമ്പോൾ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും ഇപ്പുറത്തെ മറച്ചു വെക്കുന്നത്? കൃത്യമായ സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണെങ്കിൽ എല്ലാം പുറത്തു വിടണം അല്ലേ? അപ്പോൾ രാഹുൽ ഈശ്വർ അത് പുറത്തുവിട്ടു. ഈ കുട്ടി വിവാഹിതയാണ്. വിവാഹിതയായ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് MLA ഒരു ഗർഭം ഉണ്ടാക്കി കൊടുത്ത് ഒരു കുഞ്ഞിനെ വളർത്തുന്നത്? ഒന്നുകിൽ ഇവർ തമ്മിലുള്ള എന്തൊക്കെയോ പരസ്പരം സമ്മതപ്രകാരമുള്ള എന്തൊക്കെയോ ധാരണയിലെത്തിയത്, ഒന്നുകിൽ ഉടനെ തന്നെ ചിലപ്പോൾ ഈ കുട്ടിക്ക് ഡിവോഴ്സ് കിട്ടുമെന്ന് പറഞ്ഞ് MLA ഫലിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ധാരണയിൽ ഒരു കുഞ്ഞ് വേണമെന്നുള്ള രീതിയിൽ എത്തിയതായിരിക്കും. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ MLA ആ ഒരു ധാരണയിൽ എത്തിയാൽ തന്നെ ഈ കുട്ടിക്ക് അറിയാം ഞാൻ വിവാഹിതയാണ്, അങ്ങനെ വിവാഹിതയായ ഞാൻ ഒരു ഗർഭം ധരിച്ച ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ അതെനിക്ക് വലിയ വിഷയത്തിലേക്ക് പോകും. എൻ്റെ ഭർത്താവ് എനിക്കെതിരെ കേസ് കൊടുത്താൽ അത് വലിയൊരു കുറ്റത്തിലേക്ക് പോകും. എൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഭാവിയെ അത് ബാധിക്കും. ഇതൊക്കെ ആ കുട്ടിക്ക് അറിയാലോ. കാരണം ഒരു മാധ്യമ പ്രവർത്തകർ 17-18 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം വലിയ അറിവില്ല. മാധ്യമ പ്രവർത്തനത്തിൽ വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന എല്ലാവർക്കും നിയമത്തിന്റെ അല്പസ്വല്പ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പൊ അതൊരു ഭാഗം. എന്തുകൊണ്ട് ആ കുട്ടി അന്നേരം അത് പറഞ്ഞ് മനസ്സിലാക്കിയില്ല?
ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഈ കുട്ടിയെക്കാളും ഒരു പക്ഷേ ലോ എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. ഒന്നുകിൽ ഉടനെ തന്നെ ഡിവോഴ്സ് കിട്ടും എന്നുള്ള ഒരു ധാരണ ചിലപ്പം MLAക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അത് എവിടേക്കോ പാളിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ ഇനി ആ കുഞ്ഞ് അല്ലെങ്കിൽ വീട്ടിലെ സമ്മർദ്ദമോ എന്തോ ആ ഒരു ധാരണ അവര് ഉണ്ടാക്കി വെച്ചാൽ അവർ രണ്ടുപേരും എടുത്ത തീരുമാനത്തിൽ എന്തൊക്കെയോ സ്വകാര്യതയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു, ഒരു ബ്രേക്കപ്പായി. ഇതിലെങ്ങനെയാണ് ഒരാൾ മാത്രം ഇതാകുന്നേ? ഗർഭം ധരിക്കണം എന്നതും ഒരു സ്ത്രീയുടെ ചിന്തയിലാണ് അല്ലെ. ഞാൻ ഒരു പുരുഷനിൽ നിന്ന് ഗർഭം ധരിക്കണം എന്നുള്ളത് എൻ്റെ വിൽ പവറാണ്. എനിക്ക് വേണ്ട എന്നുള്ളത് പറയുന്നിടത്ത് അവിടെ ഉണ്ടാവില്ല. എനിക്ക് ഇന്ന് മരുന്നുകളുണ്ട് കഴിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് അതിന് വേണ്ടുന്ന ഇതുണ്ട്. ഇനി ഒരു പുരുഷൻ പറഞ്ഞാലേ എനിക്ക് ധരിക്കണം. അതേപോലെ തന്നെ ഇല്ലാണ്ടാക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്കുണ്ട് അല്ലേ, പുരുഷനല്ല. അപ്പൊ എനിക്കൊരു ഗർഭം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ ഗർഭം വേണ്ട എന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു സ്ത്രീക്കുണ്ട് അല്ലേ. അപ്പൊ ഗർഭം ധരിക്കാൻ ഒരു പുരുഷനിൽ നിന്നും ഏറ്റെടുക്കുന്നു, ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇതുണ്ടാവുന്നു. പക്ഷെ അതും ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പം ആ ധരിക്കാനുള്ള ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല എന്ന് പറയാനുള്ള കോൺഫിഡൻസ് ആ സ്ത്രീക്ക് ഉണ്ടായിരിക്കും. കാരണം ഇത്രയും വിഷയങ്ങൾ വരുന്നുണ്ട് സമൂഹത്തിൽ. ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ആ പെൺകുട്ടിക്കറിയാം അല്ലേ. കാരണം എനിക്ക് നിലവിൽ ഭർത്താവുണ്ട്, അത് ഒരു ഭാഗത്ത് എനിക്ക് വിഷയം വരും. രാഹുൽ മാങ്കൂട്ടത്തിന് അത്രയും വിഷയം വരത്തില്ല. എനിക്ക് ഇത്രയും പ്രശ്നമുണ്ട്, ഈ കുട്ടി ആരെന്നൊരു ചോദ്യത്തിൽ സമൂഹത്തിന് ഉയർന്നു വരും. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആ കുട്ടിയെ ഞാൻ എങ്ങനെ വളർത്തി, ഇതൊക്കെ ആ കുട്ടിയുടെ താല്പര്യമാണ്. അങ്ങനെ ഇതെല്ലാം ചിന്തിച്ചായിരിക്കുമല്ലോ ഒരു പെൺകുട്ടി ഗർഭം ധരിക്കുന്നത്. അല്ല ചുമ്മാ ഇങ്ങോട്ട് വന്ന് ഒരു കുട്ടിയെ ജന്മം കൊടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ എങ്ങനെ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്നത് പുറത്തു വന്ന ചാറ്റിൽ നിന്ന് വ്യക്തമാണ്. അതെ, അപ്പൊ ആ ഒരു പ്രീ പ്ലാൻഡിൽ ഈ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്തു. അതിനകത്ത് പിൽസ് വേണോ എന്ന് ചോദിച്ചു, വേണ്ട നോ എന്ന് രാഹുൽ മാങ്കൂട്ടൻ പറയുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഏറ്റെടുക്കുന്നു. മാർച്ച് മാസം മുഴുവനും അവർ കുഞ്ഞിന് വേണ്ടി തയ്യാറെടുക്കുന്നു. ആ കുട്ടി ഗർഭം ധരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ആ ഗർഭധാരണം ആ കുട്ടി ഏറ്റെടുത്തത് ആ കുട്ടിക്ക് ഈ വരുംവരായികളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ അത്രയും ഒരു കോൺഫിഡൻസ് ഗർഭചിത്രം ഞാൻ നടത്തില്ല എന്ന് പറയുന്നതിലും വേണമല്ലോ. അതെന്റെ അവകാശമാണ്. ഇനി ഗർഭചിത്രം വേണോ വേണ്ട എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് എന്റെ ഇതാണ്. ഇത്രയും ധൈര്യത്തോടു കൂടി ഇന്ന് മീഡിയയിൽ കുറേശ്ശെ ക്ലിപ്പുകൾ പുറത്തുവിടുന്നു. ഇപ്പോൾ ഇതാ പരാതി കൊടുക്കുന്നു. ഇത്രയും ധൈര്യമുള്ള ഒരു കുട്ടിക്ക്, ഒരു കുഞ്ഞിന് ജന്മം നൽകാം, ഒരു സ്ത്രീക്ക് ജന്മം നൽകാം, ഒരു കുട്ടിക്ക് ജന്മം നൽകാം അല്ലേ. കാരണം ആ കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ സ്ട്രഗിൾ ചെയ്യുന്നത്. കാരണം ഭർത്താവ് ഒരു ഭാഗത്ത്, വീട്ടുകാരൊരു ഭാഗത്ത്, സമൂഹം മറ്റൊരു ഭാഗത്ത്. ഇനി രാഹുൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരിത്, അങ്ങനെയെങ്കിൽ നമുക്ക് ആ പെൺകുട്ടിയെ അതിജീവിത എന്ന് വിളിക്കാമായിരുന്നു. പക്ഷേ ഭ്രൂണഹത്യ ചെയ്തു, അതിന് യാതൊരു തെളിവുമില്ല. ഭർത്താവിന്റെ ആണോ രാഹുലിന്റെ ആണോ എന്ന് പോലും അറിയാത്ത ഒരു സന്ദർഭത്തിൽ ഇനി ഇത് രാഹുലിന്റെ ആണ്, രാഹുൽ എപ്പോഴും പറയുന്നുണ്ട് എൻ്റെ അല്ല ഭർത്താവുമായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തെളിവുണ്ടോ? ഇതിപ്പോ രാഹുലിന്റെ ആണെന്ന് പറഞ്ഞാൽ രാഹുലിന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരുപക്ഷെ ഭർത്താവിന്റെ ആണെങ്കിലോ അവിടെ തെളിവുകളില്ല. എന്താണ് തെളിവുകൾ? ആരുടെയാണെന്നുള്ള തെളിവുകളുണ്ട്. ഒരു പക്ഷേ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഗർഭചിത്ര സമയത്തെങ്കിലും എന്തെങ്കിലും ഒരു അംശം കിട്ടിയിരുന്നെങ്കിൽ DNA വഴി നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ചതിവ് പെൺകുട്ടിക്ക് പറ്റിയിട്ടുണ്ടായിരിക്കാം. ഞാൻ രാഹുലിനെ ഒരിക്കലും ഞാൻ അങ്ങനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യില്ല. നമുക്ക് ഇതിപ്പോ ഒരാളെ ഭാഗത്ത് നിൽക്കാൻ പറ്റാത്തൊരു കേസാണ്. കാരണം രണ്ടുപേരിലും ഈക്വൽ ആയിട്ട് ഒരു തെറ്റ് പറ്റിയിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ നമ്മൾ വന്നു കഴിക്കുന്ന രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് രണ്ടുപേർക്കും തെറ്റ് വരുമ്പോൾ ഒരു ഭാഗത്തെ മാത്രം ഒരു ചാനലിലെ അവതാരം പറയും, കിളിക്കുഞ്ഞ് കരയുന്നത് പോലെയാണ് കുട്ടി കരയുന്നത്. അങ്ങനെ കിളിക്കുഞ്ഞ് കരയുന്നത് പോലെ കരഞ്ഞ് പറയേണ്ട കാര്യമില്ല. ഗർഭധാരണം ഏറ്റെടുക്കാനും ഈ സമൂഹത്തിൽ ഇത്രയും ധൈര്യത്തോടു കൂടി എനിക്ക് ആ കുഞ്ഞിന് അതായത് കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കാനുമുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ഒരു ശാരീരിക ബന്ധം. അപ്പൊ പിന്നെ കരയേണ്ട കാര്യമില്ലല്ലോ. അത്രയും കോൺഫിഡൻസോട് കൂടിയ ആ ഗർഭിണിയായിരിക്കെ സമൂഹത്തിന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ സമൂഹം മുഴുവനും ആ പെൺകുട്ടിക്ക് കൂട്ടുനിന്നേനെ. ഒരുപക്ഷെ ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും അല്ലെ, ഞാൻ ഈ കുട്ടിയെ ഗർഭം ധരിച്ചു, എന്റെ തെറ്റാണ്, അല്ലെങ്കിൽ ഭർത്താവ് ഒരിക്കൽ ഞാൻ മറ്റൊരു പുരുഷനുമായിട്ട് പങ്കിട്ട തെറ്റാണ്, പക്ഷെ ഞാൻ ഈ കുഞ്ഞിനെ കൈവിടില്ല, ഞാനൊരു അമ്മയാണ് എന്ന് പറഞ്ഞ് നമുക്കിത്. അല്ലാതെ ഈ പറയുന്ന മെഡിസിൻ എടുത്ത് വായിലോട്ടൊന്നും ഒഴിച്ച് ബലമായിട്ട് പീഡിപ്പിക്കുകയോ ബലമായിട്ട് ഗർഭചിത്രം നടത്തുകയോ ചെയ്തതല്ല. ഭീഷണി പലതും വരും. ഇപ്പം ഭീഷണി വരുന്നില്ലേ? ഇപ്പൊ കേസ് കൊടുക്കുന്നതിന് മുമ്പ് ഭീഷണി വരുന്നില്ലേ? ഈ വോയിസ് ക്ലിപ്പ് ഇട്ടപ്പം ഭീഷണി വന്നില്ലേ? അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനല്ലേ നിയമം ഉള്ളത്. മാത്രമല്ല നമ്മുടെ ഭരണ പാർട്ടി മുഖ്യമന്ത്രി പോലും
പൂർണ്ണ പിന്തുണയുമായി നിൽക്കത്തില്ലേ? അവർക്കൊരു ചാകരയല്ലേ കിട്ടിയത്? കോൺഗ്രസ് പാർട്ടി ഇനി മുഴുവൻ ഈ പെൺകുട്ടി അധിക്ഷേപിച്ചോട്ടെ, കോടാനുകോടി ജനമില്ലേ, ഈ പറയുന്ന രണ്ട് പാർട്ടിക്കാരില്ലേ, BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ലേ, ചേർത്ത് പിടിക്കില്ലേ, സ്ത്രീകളില്ലേ, എന്തോരം അവരൊരു ചാനൽ പ്രവർത്തകർ, ഇവർക്ക് ഇതെല്ലാം അറിയാവുന്നതാണല്ലോ. ഞാൻ ഇങ്ങനെ മുന്നിട്ടിറങ്ങി വന്ന് ഒറ്റയ്ക്ക് കുഞ്ഞിനെ ധൈര്യമായിട്ട് വളർത്തും എന്നുള്ള രീതിയിൽ മുന്നിട്ടിറങ്ങി വന്ന എനിക്ക് ചുറ്റും ആൾക്കാർ ഉണ്ട് എന്നൊരു ധൈര്യമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരാളിനെ വ്യക്തിഹത്യ ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാം. ഇവിടെയാണ് ഇപ്പോ രഞ്ജിനേജി പറയുന്നത് പോലെ ഇത്രയും മാർഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ അവർക്ക് ഇതെല്ലാം അറിയാമായിരുന്നു, എന്നിട്ടും ഇങ്ങനെയൊക്കെ വരുത്തി തീർത്തു എന്നുള്ള ഇത് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ തോന്നുന്നത് ഇത് തികച്ചും ഒരു പ്രേരിതമായിട്ടുള്ള ഒരു പരാതിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം പുറത്തു വിടാൻ പോലും ഒരു പക്ഷേ ആ അതിജീവിത അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി ശ്രമിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ആ പെൺകുട്ടി ഇത് പുറത്തുവിട്ട ചാനലിനെതിരെയും പരാതി കൊടുത്തു എന്നാണ് ചില മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത്. ഈ പെൺകുട്ടി ഒരിക്കലും ഇത് പുറത്തുവിടാൻ അതായത് മീഡിയക്ക് ഒരു വാർത്തയായിരുന്നു അത്, ആ സമയത്ത് രാഷ്ട്രീയപരമായിട്ട് അങ്ങ് ഏറ്റെടുത്തു. ഇപ്പോഴും ആ പെൺകുട്ടി ഞാൻ പറയുന്നത് രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ്. കാരണം ഇവിടെ ഇനിയിപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ്, രണ്ട് വ്യക്തികളുടെ സ്വകാര്യതയാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയല്ല ചെയ്തത്, MLA ആണ് തെറ്റ് ചെയ്തത്. അവിടെയാണ് ഇവിടെ ഒരു പ്രാധാന്യം അർഹിക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന പണിയേ അല്ല എന്ന് ആദ്യം ഒരു പറയുന്ന കാര്യമാണ്. അദ്ദേഹം ചെയ്തത് തെറ്റാണ്. പക്ഷേ ഈ പറയുന്നതിൽ പുരുഷനും തുല്യ നീതി വേണം. പുരുഷനും കൂടിയാണോ തെറ്റ് ചെയ്തത്? രണ്ടുപേരും കൂടാണ് തെറ്റ്. അപ്പൊ രണ്ടുപേരും ഒരേപോലെ തെറ്റുകാരാണ്. കുഞ്ഞിനെ കൊന്നതിൽ അല്ലെങ്കിൽ കുഞ്ഞിനെ ഭ്രൂണഹത്യ ചെയ്തതിൽ രണ്ടുപേരും തെറ്റുകാരാണ്. ഒരാൾ മാത്രമല്ല, രണ്ടു വ്യക്തികളും. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് ആ പെൺകുട്ടി ഇര എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ആ പെൺകുട്ടിയുടെ ഇഷ്ടം ഭർത്താവുണ്ടാ. ഇതിൽ ഏറ്റവും വലിയ ഇര ആരാണ്? ആ ഭർത്താവാണ് അല്ലേ? ഭർത്താവുമായിട്ട് ഒരു 4 ദിവസമേ താമസിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചരിത്രങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാം. ഇതെങ്ങനെയാണ് ഈ പെൺകുട്ടി വിവാഹത്തിലേക്ക് വന്നത്? പ്രണയ വിവാഹമായിരുന്നു എന്ന് പറയുന്നു. നമുക്കറിയില്ല അപ്പൊ എത്രയോ നാളുകളായിട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരു 4 ദിവസം മാത്രമേ താമസിച്ചുള്ളൂ എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇനി ഇതിനു മുന്നേ ഈ പെൺകുട്ടി അബോർഷൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിനു മുന്നേ ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ 4 ദിവസം മാത്രമേ താമസിച്ചു എന്നുള്ളത് ഇപ്പോൾ സന്ദീപ് വാര്യർ ഉൾപ്പെടെ അത് പൊളിച്ചെടുക്കുക. അവർ എത്രയോ മാസങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് താമസിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ആയാലും 1 വർഷം കഴിഞ്ഞ് നമുക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഡിവോഴ്സ് തന്നെ 6 മാസത്തിനകത്ത് കിട്ടും. അപ്പം നിലവിലും ഭാര്യ തന്നെയാണ്. അപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി എനിക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലോ. ഇപ്പൊ രാഹുലിന് വലിയ പ്രായമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ പെട്ടെന്നുള്ള ഈ രാഹുലിന്റെ വിവാഹം ഒന്നും ഉറപ്പിച്ചൊന്നും വെച്ചിട്ടില്ലല്ലോ. അപ്പം ഇതിൽ എന്താ സംഭവിച്ചതെന്നുള്ള ഇനി രാഹുലിന്റെ പക്ഷത്ത് നിന്ന് നമ്മൾ കേൾക്കണം. ഇതുവരെ ഈ പെൺകുട്ടിയുടെ പക്ഷത്ത് നിന്ന് എല്ലാവരും കേൾക്കുന്നുള്ളൂ. രാഹുൽ ഒന്നും മിണ്ടുന്നില്ല. രാഹുൽ ഇതുവരെയും മൗനമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ പെൺകുട്ടി ഓരോന്നും മാധ്യമങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുള്ളത് മാത്രമേ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഇവരുടെ ഇടയിൽ സംഭവിച്ചെന്നുള്ളത് കൃത്യമായിട്ട് വന്നാലേ കൃത്യമായിട്ട് ആരാണ് തെറ്റുകാരെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തുള്ളൂ. അപ്പൊ ഈ പെൺകുട്ടി അതിനുശേഷം ഭർത്താവ് നിലനിൽക്കെ തന്നെ ഒരാളുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടോട്ടെ. പക്ഷെ അവിടെ ഒരു കുഞ്ഞ് വേണം എന്നുള്ളത് ഒരു വിവാഹ ബന്ധം നിലനിൽക്കെ കുഞ്ഞ് വേണം എന്നുള്ളത് തെറ്റ് തന്നെയാണ്. ആ ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷം രാഹുലിന് ഒരു കുഞ്ഞ് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു ഭർത്താവുണ്ട് നിലവിൽ, ചിലപ്പോൾ അവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം മാറി നിന്നിരിക്കുക. അതിനിടയിൽ തന്നെ മറ്റൊരാളുമായിട്ട് ഒരു ബന്ധം, അത് എങ്ങനെയാണ് അതിജീവിത ഇരയൊക്കെ ആവുന്നത്? ഇഷ്ടപ്രകാരം പോയി ഇഷ്ടപ്രകാരം കുഞ്ഞ് ഉണ്ടായി. പക്ഷെ അവിടെ ഒരാൾ പറയുന്നു എന്റെ കുഞ്ഞിന് അങ്ങനെ, രാഹുൽ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ നീ വളർത്തും, എങ്ങനെയാണ് ഇത്, അതിന് ഈ പറയുന്നോണങ്ങ് ഞാൻ കൊല്ലും തന്നെ, ഈ പറയുന്നോണങ്ങ് ഭയങ്കര ഇതൊന്നും അതിനകത്ത് കാണുന്നില്ല. ഈ വോയിസ് ക്ലിപ്പുകളെല്ലാം കീപ്പ് ചെയ്ത് തന്നെ ആ പെൺകുട്ടിയുടെ അതിബുദ്ധി തന്നെയാണ്. നമ്മളിപ്പോ ഒരാളെ പ്രണയിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്നും ആരും അങ്ങനെ കീപ്പ് ചെയ്തില്ല. അതൊരു വിശ്വാസമാണ് അല്ലേ? അപ്പൊ ഇത് ഇത്രയും കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചിന്തിക്കുക ഇത് എന്തെങ്കിലും ഒരിക്കൽ കുരുക്ക് വീഴാനുള്ള സംഗതിയാണെന്ന്. അപ്പൊ ഈ പെൺകുട്ടി പറയുന്നത് പോലെ രാഹുൽ അങ്ങ് ഭീഷണിപ്പെടുത്തി എന്നുണ്ടെങ്കിൽ ആ വന്ന വോയിസ് ക്ലിപ്പിൽ പോലും എനിക്ക് വലിയ ഭീഷണിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. രാഹുൽ ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ ഈ കുഞ്ഞിനെ വളർത്തും, അങ്ങനെ എന്റെ കുഞ്ഞിനെ അനാഥമാക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ രാഹുൽ അതിൽ പറയുന്നുണ്ട്. അപ്പൊ ആ വ്യക്തിക്കും ആ കുഞ്ഞിനോടുള്ള ഒരു സ്നേഹം കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്നോണ്ട് സമൂഹം, സൊസൈറ്റി ഒരു അനാഥമായിട്ട് സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിങ്ങനെ വളരുവാൻ ഒരച്ഛനും ആഗ്രഹിക്കില്ല. അപ്പൊ അതിലും നല്ലത് എന്താണ്, ഇപ്പം ഈ പറയുന്നോണം സ്റ്റാർട്ടിങ് ടൈമാണ്, നമുക്ക് വേണ്ട എന്ന് വെക്കാം
എന്നുള്ള രീതി ഒരു പക്ഷെ രാഹുൽ പറഞ്ഞു കാണും. അത് സ്നേഹത്തിന്റെ പുറത്ത് ഇപ്പം ഭാര്യയും ഭർത്താവും ആയി കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ പറയത്തെ നമുക്കിപ്പോ ഒരു കുഞ്ഞ് വേണോ വേണ്ടേ, അത് അവരുടെ സ്വകാര്യമായിട്ടുള്ള ജീവിതം. അല്ലാതെ രാഹുൽ പോയി ആ പെൺകുട്ടിയെ ഇപ്പൊ കൊല്ലൂന്ന് പറഞ്ഞു, ഭ്രൂണഹത്യ രാഹുൽ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി, അതൊക്കെ ഒരു മാധ്യമ ലോകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിനെയൊക്കെ തടയാൻ പറ്റും. ഒന്നുമില്ലാത്ത ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന അറിവില്ലാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് പറയാം അയ്യോ അതിനെ ചതിച്ചതാണ്, അല്ലെങ്കിൽ എന്നാൽ അങ്ങനെയുള്ള പെൺകുട്ടികൾ പോലും ഭർത്താവ് ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള ഇത് ചെയ്യില്ല. അപ്പം ഞാൻ ആ പെൺകുട്ടിയെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചതിവ് എവിടെ സംഭവിച്ചിട്ടുണ്ട്, അതിന് രാഹുലിന്റെയും കൂടെ ഒരു ഇത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ചതിവ് കൃത്യമായിട്ട് ആ പെൺകുട്ടിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റൂ. പിന്നെ രാഹുലിനെ ഞാനും സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന പണിയല്ല അദ്ദേഹം കാണിച്ചത്. എന്ത് വലിയ പ്രണയമാണെങ്കിൽ തന്നെ ഒരു വിവാഹം കഴിക്കണമായിരുന്നു. ഇനി വിവാഹത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഗർഭം എന്നുള്ളതാണെങ്കിൽ പോലും അത് ശരിയല്ല. എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കാം അല്ലേ, ഇപ്പൊ വീട്ടുകാരുടെ സമ്മതമൊക്കെ നമുക്ക് പിന്നീട് വാങ്ങിച്ചെടുക്കാം. പക്ഷെ ആ പെൺകുട്ടിയെ കൈവിടാതിരിക്കുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടത്. ഇത് മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും രാഹുൽ ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല മറ്റു പല പെൺകുട്ടികളുമായിട്ടും ഇത്തരത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ അത്ര നല്ല ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ പറയുന്നത് പോലെ സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തരുത്. കാരണം ഇവിടെ പുരുഷനെ മാത്രം കുറ്റപ്പെടുത്തരുത്. കാരണം സ്ത്രീയും ഉത്തരവാദിയാണ്. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ പുരുഷ കമ്മീഷൻ വേണമെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന കൃത്യമായിട്ട് രാഹുലിനെ മാത്രം ഇത് ചെയ്യരുത് എന്ന് പറയുന്നത്. കാരണം രാഹുലിന് ഒരു കുടുംബമുണ്ട്, രാഹുലിനും മനസ്സുണ്ട്. സ്ത്രീക്കുള്ള അതേ മനസ്സ് പുരുഷനും ഇല്ലേ, സ്ത്രീക്കുള്ള അതേ നാണക്കേട് പുരുഷനുമില്ലേ. ഇപ്പൊ ഗർഭം ധരിക്കുന്നത് മാത്രമല്ല ഗർഭം കൊടുക്കുന്നത് ഒരു പ്രശ്നം തന്നെയാണല്ലോ. സ്വന്തം കുഞ്ഞ് ഇല്ലാണ്ടാവുന്നതും അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ ഇതെല്ലാം മാനസികാവസ്ഥയും രാഹുൽ മാങ്കൂട്ടത്തിലും കടന്നു പോകുന്നില്ലേ. അപ്പൊ ഈ വലിച്ചു കീറുക, ഈ മാധ്യമങ്ങൾ അങ്ങ് വലിച്ചു കീറി ഒരു മനുഷ്യനെ പച്ചയ്ക്ക് വലിച്ചു കീറുന്ന രംഗമാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര അതിക്രൂരമായിട്ട് വലിച്ചു കീറുന്ന ചില രംഗങ്ങൾ. പക്ഷെ അങ്ങനെ കീറാമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയെ വിളിച്ച് കൊണ്ടുവരികയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുകയോ ആ പെൺകുട്ടിയുടെ ഇഷ്ടമല്ലാണ്ട് ബലാത്സംഗം ചെയ്തു വരുന്നെങ്കിൽ ഞാൻ ആ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിയോടൊപ്പമായിരുന്നു. ഇതൊന്നുമല്ല സംഭവിച്ചത്. രണ്ടുപേരും ഇഷ്ടപ്രകാരമാണ് പോയിരിക്കുന്നത്. അപ്പൊ രാഹുൽ ഈശ്വർ ഏതായാലും ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടു, അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. ഫോട്ടോ ഒന്നും ഇട്ടില്ല. അതിപ്പോ സന്ദീപ് വാര്യരും ആ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത് എന്ന് പറയുന്നത് ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അങ്ങനെ ഒരു ഫോട്ടോ ഇതുവരെ വന്നിട്ടില്ല എന്ന് സന്ദീപ് വാര്യരും സന്ദീപ് വാര്യർ പറഞ്ഞു. എന്റെ 1 വർഷം മുമ്പേ ഞാൻ ആ വിവാഹത്തിന് പങ്കെടുത്തിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ മനസാക്ഷിയോട് ഞാൻ ചെയ്യുന്നത് തെറ്റായിരിക്കും. കാരണം അത് പറയണം. കാരണം അങ്ങനെ മാത്രം എന്തിനാ ഒളിച്ചു വെക്കേണ്ട കാര്യം, എല്ലാ കാര്യങ്ങളും പുറത്തു വരണം. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ചെയ്യാൻ നമുക്കത് പറയാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് നിയമങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഈ ഒരു വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ കുട്ടി വേണം എന്നുള്ളത് അവർ രണ്ടുപേരുടെയും തീരുമാനമായിരുന്നു. പ്രണയം അത് രണ്ടുപേരുടെയും തീരുമാനമായിരുന്നു. പിന്നീട് കുട്ടി വേണ്ട എന്നുള്ളതും സത്യം പറയുകയാണെങ്കിൽ രണ്ടുപേരുടെയും തീരുമാനം തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു വീഡിയോ കോളിലൂടെ അത് കഴിക്കണം, കുഞ്ഞിനെ അലസിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവൾ അത് അനുസരിക്കുന്നത്. അപ്പോ പക്ഷേ അവസാനം കേസ് വരുമ്പോ അതൊരു പുരുഷനിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ്. ഇത് ഇവിടെ ഒരു മാതൃകയാണ്. അതായത് അല്ലെങ്കിൽ മാതൃക എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇനി മുന്നോട്ടുള്ള ഒരു കുട്ടിക്ക് ഇതുപോലെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഒരു സ്ത്രീക്ക് ഇതുപോലെ എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ കേസുമായിട്ട് മുന്നോട്ട് വരാൻ. രാഹുൽ ഈശ്വറിന്റെ ഭാര്യ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എനിക്ക് 2 ആൺകുട്ടികളുണ്ട്, എനിക്കുണ്ട് മേഘ. അപ്പം നാളെ ഒരു പുരുഷൻ മാത്രമാണ് തെറ്റുകാരനായിട്ട് മാറരുത്. കാരണം അവിടെയും ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ ചില സ്ത്രീകൾ ജയിക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ചു, അച്ഛന്മാര് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കും. എന്തെല്ലാം തരത്തിൽ പുരുഷന്മാർക്കെതിരെ കേസ്, അതിൽ 100-90% ഫോൾട്ടാണ് എന്നുള്ളത് കോടതിയിൽ നിന്ന് നമുക്ക് അവസാനം തെളിക്കും. പക്ഷെ അപ്പോഴേക്ക് ഇവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദമുണ്ട്. നാട്ടുകാരുടെ മുമ്പിൽ സ്വന്തം കുഞ്ഞിനെ പീഡിപ്പിച്ചു, ഇങ്ങനെയൊക്കെ കേസുകൾ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ചൈൽഡ് ലൈനിലൊക്കെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് അറിയാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ പുരുഷന്മാർക്കെതിരെ ഇങ്ങനെയുള്ള സ്ത്രീകൾ പോകുമ്പോൾ ഇത് നമ്മൾ വളം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നാളെ പുരുഷന്മാർക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്ത്രീ സുരക്ഷ നമുക്ക് ആവശ്യമാണ്. പക്ഷെ അത് അനധികൃതമായിട്ട് അനാവശ്യമായിട്ട് പുരുഷന്മേലുള്ള ഒരു അല്ലെങ്കിൽ അവരെ തളർത്താനോ അല്ലെങ്കിൽ അവരെ തകർക്കാനോ ദുരുപയോഗം ചെയ്യാനോ ഉള്ളതാവരുത്. അപ്പൊ കൃത്യമായിട്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോൾ ഒരു നോർമൽ ഒരു സ്ത്രീ പീഡനം അനുഭവിച്ച് ചെന്നാൽ പോലും ഇപ്പോഴത്തെ നിയമത്തിന്റെ പോലീസ് സ്റ്റേഷൻ അവരൊന്ന് നോക്കും ഇത് ശരിയാണോ എന്നുള്ളത്. കാരണം ആ രീതിയിലേക്ക് മാറി. ഒരു ഭർത്താവിൽ നിന്നും ശരിക്കും പീഡനം അനുഭവിക്കുന്ന ഒരു സ്ത്രീ ചെന്നാലും ഭർത്താവിനെ തളച്ചിടാൻ വേണ്ടി വന്നതാണ് എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറ്റിയെടുക്കണം. കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് നീതിയുക്തമായിട്ടുള്ള തീരുമാനം, തുല്യനീതി.
സ്ത്രീയും പുരുഷനും തുല്യനീതി വേണമെന്നല്ലേ ചിലവർ പറയുന്നത്? അപ്പൊ തുല്യനീതി ആവട്ടെ. എങ്ങനെയാണ് ഇവിടെ തുല്യനീതി അല്ലാണ്ടാകുന്നത്? ഇവിടെ നീതി കിട്ടാതെ പോയിട്ടുള്ളത് ആ കുഞ്ഞിന് മാത്രമാണ്. കാരണം പൊതുവെ പറയുന്നുണ്ട് ഭർത്താവിനും, ആ പെൺകുട്ടിയുടെ ഭർത്താവിനും നീതി കിട്ടുന്നില്ല. നമ്മൾ പൊതുവെ ഒരു കാര്യം പറയുമല്ലോ, അതായത് ഈ ലോകത്ത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരു സ്ത്രീക്കും പുരുഷനും അവകാശമുണ്ട്, പക്ഷെ അതിന്റെ ജീവൻ എടുക്കാനുള്ള അവകാശമില്ല എന്ന്. ആ ഒരു തെറ്റാണ് ഇവർ രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ കോടതി തീരുമാനിക്കും. പക്ഷെ ഇവിടെ നീതി കിട്ടേണ്ടുന്ന ആ ഭർത്താവും അതുപോലെ തന്നെ ആ കുഞ്ഞും, അതിനു വേണ്ടിയുള്ള പോരാട്ടം അതാണ് ഇനി മുന്നോട്ടുണ്ടാകാൻ പോകുന്നതെന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത അപ്ഡേഷൻ വരുന്നത് വരെ നമസ്കാരം.